കർഷകരില്ലാതെയും കൃഷിയില്ലാതെയും മനുഷ്യന് നിലനിൽപ്പില്ലെന്ന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത സമിതി നടത്തിയ 10ാമത് അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാളിൽ പറഞ്ഞു, മദ്യത്തോട് നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റും. എന്ത് വലിയൊരു ടീച്ചിങ്ങാണ്. മദ്യത്തോട് നോ പറയാമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും യെസ് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും, നമ്മൾ ഉൾക്കൊള്ളും. ഈ കാർഷിക മേഖല അതുപോലെയാണ്. എക്കെസിക്കാർ ഇതിനോട് യെസ് പറയുമ്പോൾ മറ്റ് സാമുദായിക വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ ഒക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. തരക്കേടില്ലാത്ത രീതിയിൽ അതിനൊരു പൊതുജന സമ്മതിയും കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും ചെറുതാക്കാതെ ഇതിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളോടും നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാനും നമ്മളുടെ ഈ ദേശത്തെ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും. എല്ലാ വലിയ തറവാട്ടുകാരും കൃഷിക്കാരാണ്. നമുക്ക് ഡോക്ടേഴ്സിനെ, എൻജിനീയേഴ്സിനെ, IAS ഒക്കെ എത്രയോ പേരെ പരിചയമുണ്ട്. അവരെല്ലാം കൃഷിക്കാർ കൂടിയാണ്. അപ്പോൾ കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം, കൂടുതൽ വളർത്തണം. അടുക്കള തോട്ടം ആ തരത്തിലാണ്. അടുക്കള തോട്ടം ഒരു വീടിൻ്റെ ഏറ്റവും നല്ല സൗഹൃദം, സന്തോഷം നൽകുന്ന ഭാഗമാണ്. അവിടെ അമ്മയും അപ്പനും ആവശ്യമെങ്കിൽ കുട്ടികളുമൊക്കെ ഇറങ്ങി ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ആത്മസംതൃപ്തി നേടുകയും ചെയ്യും. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, എ ഫാർമർ ഈസ് ദ മോസ്റ്റ് ബാലൻസ്ഡ് പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ്. ഒരു കൃഷിക്കാരനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. എന്നിട്ട് പിതാവ് പറഞ്ഞു, അതിൻ്റെ കാരണം ഒരു ഫാർമർ ഒരു ക്രോപ്പ്, ഒരു വിത്ത് മണ്ണിൽ വെക്കുമ്പോൾ ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്നത് പോലെയാണ്. ഒരു കർഷകൻ ഒരു വിത്ത് മണ്ണിൽ പാകുന്നത്. പള്ളിയിൽ പോയി നമ്മൾ വെറുതെ പെട്ടെന്ന് തിരിച്ചു പോരുകയല്ല. പരിശുദ്ധ കണ്ടു, വചനപ്രഘോഷണം കേട്ടു, ഭക്തസംഘടനകളിൽ പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വളരുകയാണ്. ഈ ഫാർമർ പരിശുദ്ധ പറഞ്ഞത്, ഈ വിത്ത് മണ്ണിലിടുമ്പോൾ അദ്ദേഹം ഒരു 2 അല്ലെങ്കിൽ 3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം മനസ്സിൽ കരുതുകയാണ്. പള്ളിയിൽ ചെന്ന് ഒരച്ഛൻ്റെ നല്ല വചന പ്രഘോഷണം കേട്ട് പരിശുദ്ധാവരിക്ക് പറഞ്ഞു, ഓപ്പൺഡ് ടാബർനാക്കിൾ, തുറന്നിരിക്കുന്ന സക്രാരി പോലെ വേണം പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോ ആകാവുന്ന ഏറ്റവും നല്ലൊരു രൂപതയാണ് പാലാ. നമ്മുടെ പള്ളികളിൽ എവിടെ ചെന്നാലും കൃഷിയിടങ്ങളാണ്. എന്ത് രസമാണ്! പള്ളിപ്പറമ്പും പരിസരങ്ങളും അയൽവക്കത്തുള്ള വീടുകളുമെല്ലാം നിറഞ്ഞ കാർഷിക വിഭവങ്ങളാണ്. നാണ്യവിളകളും അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളാണ് ഇപ്പോഴും നമ്മുടേത്. അപ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിലേക്ക് നമ്മൾ വരണം. പരിശുദ്ധ പിതാവ് ഈ നാടുകളിൽ എൻസീക്ലിക്കൽസ് വഴിയും അപ്പസ്തോലിക ലേഖനങ്ങൾ വഴിയുമെല്ലാം സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യ പടിയാണ് ഗ്രീൻ ഓഡിറ്റ്. അല്ല, നമ്മുടെ പച്ച പതിപ്പ് കൊണ്ടുള്ള നമ്മൾ ഒരു മരം വെട്ടിയാൽ 2 അല്ലെങ്കിൽ 4 മരം വെക്കണം. ചുരുക്കി പറഞ്ഞാൽ മണ്ണൊലിച്ചു പോകാണ്ട് അവിടെ നമ്മൾ നീർക്കുഴികൾ കെട്ടണം, വെള്ളം ശേഖരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, പൊട്ടൻഷ്യലുള്ള ഒരു രൂപതയാണ് നമ്മുടേത്. രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നായി 10,000-ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് നൽകിയത്. സമൂഹത്തിന് കർഷകരോട് കരുതലുണ്ടാകാൻ പ്രത്യേക കടമയുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നമ്മുടെ കടമയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നെറ്റ് സീറോ അഥവാ കാർബൺ ഫ്രീ ആകേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
പാലാ ബിഷപ്പിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് 10 വർഷം മുൻപ് അടുക്കളത്തോട്ട മത്സരം ആരംഭിച്ചത്. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിതീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ആമുഖ പ്രസംഗം നടത്തി. ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ടോമി കണ്ണീറ്റുമ്യാലിൽ വിജയികളെ പരിചയപ്പെടുത്തി. ജോഷി കണ്ണീറ്റുമ്യാലിൽ കോതനല്ലൂർ, എമ്മിച്ചൻ തെങ്ങമ്പള്ളിൽ പൈസ് മൗണ്ട്, എം ജോസഫ് മടിക്കാങ്കൽ, പറത്താനം എന്നിവർ യഥാക്രമം 1, 2, 3 സമ്മാനങ്ങൾ നേടി.